എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത് പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി, ആ സമയത്ത് പെട്ടെന്നൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വന്നു. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. കാരണം നമ്മുടെ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് മെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. BSc നഴ്സിംഗ്, MLT, റേഡിയോളജി, BSLP, ഒക്യുപേഷണൽ തെറാപ്പി, ഇതുപോലെ വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കുട്ടികൾ എന്ന് പറയുമ്പോൾ കമ്പയറിംഗ് ടു നഴ്സിംഗ്, BSLP, ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. എന്നാൽ പോലും കുട്ടികൾ കൂടുതലും ചോദിക്കുന്ന ഒരു എൻക്വയറി കൂടുതൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് എമർജൻസി മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ എമർജൻസി ആൻഡ് ട്രോമ കെയർ ടെക്നോളജി പറയുന്ന കോഴ്സസ്. നമ്മൾ ഈ കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളത് നിലവിൽ ഈ കോഴ്സ് കേരളത്തിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ കഴിഞ്ഞ വർഷം, അതായത് 2024 അക്കാഡമിക് ഇയറിലാണ് ഈ കോഴ്സ് കേരള സർക്കാർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കേരള സർക്കാർ എന്ന് പറയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, കേരളത്തിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി, അതാണ് കുഹാസ് എന്ന് പറയുന്നത്. കുഹാസ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 2025 അപ്പോൾ 2024 ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആകെ 2 കോളേജിലെ 2024 ഈ കോഴ്സ് ഉള്ളൂ. അതിൽ ഒന്ന് മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോടും, 2 KMCT മെഡിക്കൽ കോളേജ് മുക്കം, കോഴിക്കോടിൽ മുക്കത്ത് വരുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 കോളേജുകളിലായിട്ട് ഇപ്പം മലബാർ മെഡിക്കൽ കോളേജിൽ 15 സീറ്റും അതുപോലെ തന്നെ KMCT മെഡിക്കൽ കോളേജിൽ 12 സീറ്റും ആയിട്ടാണ് ഇത് കേരളത്തിൽ ആകെ അവൈലബിൾ ആയിട്ടുള്ളൂ, കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. പിന്നെ കേരളത്തിൽ നമുക്ക് ഈ കോഴ്സ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്യമുള്ള കോഴ്സാണ് BSc എമർജൻസി ആൻഡ് ട്രോമ കെയർ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാം കേരളത്തിലെ കൊച്ചിയിലുള്ള അമൃത മെഡിക്കൽ കോളേജ് ഉണ്ട്. അമൃത എന്ന് പറയുന്നത് ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്, ഒരു പ്രൈവറ്റ് മേഖലയിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്, സർക്കാർ യൂണിവേഴ്സിറ്റി അല്ല. അവർ തന്നെയാണ് എക്സാംസും അവർ തന്നെയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ്. അപ്പോൾ അവരുടെ എൻട്രൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പിള്ളേരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അമൃത യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് അമൃത മെഡിക്കൽ കോളേജ് വരുന്നത്. അവരുടെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജിൽ നമുക്ക് ഈ പ്രോഗ്രാം അവൈലബിൾ ആണ്. അവർക്ക് ഓൺ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും ആണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അമൃതയും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുന്ന കോളേജസ് എന്ന് പറയുമ്പോൾ ഒന്ന് എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ, ജിപ്മർ പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഇപ്പോൾ എയിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എയിംസ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന, ഇപ്പോൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് അവരുടെ ആപ്ലിക്കേഷൻ, എയിംസ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന അവരുടെ എൻട്രൻസ് എക്സാം വഴി നമുക്ക് എയിംസിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 1500 റേഞ്ചിലാണ് ഇയർലി ഫീസ് വരുന്നത്. വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ കുഹാസിന്റെ അണ്ടറിൽ നമുക്ക് ഇപ്പോൾ ഈ വരുന്ന മലബാറിലും KMCT അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 80,000 രൂപയുടെ അടുത്താണ് ഫീസ് വരുന്നത്. 60,000 രൂപ മുതൽ 80,000 രൂപ വരെയാണ് മെറിറ്റിൽ ഫീസ്. LBS ആണ് കണ്ടക്ട് ചെയ്യുന്നത്. LBS എന്ന് പറയുന്നത് +2 കഴിഞ്ഞതിന് ശേഷം, +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിളിക്കും, ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയും. ഇവർ വിളിക്കുന്ന ആപ്ലിക്കേഷൻ വഴി +2 ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തും. വളരെ ലളിതമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 അഡ്മിഷൻ കിട്ടിയത്, ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ ഫസ്റ്റ് സ്കൂളിന്റെ പേര് നമ്മൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്ന് വെച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അലോട്ട്മെന്റ് ഏകജാലകം വഴിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയത്. അതുപോലെ തന്നെയാണ് LBS. നമ്മുടെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കും, ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് കേരളത്തിൽ ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, നമ്മുടെ വാട്സപ്പ് കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ചാനലിലും നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. കാരണം ഇതുപോലത്തെ വിവിധ കോഴ്സുകളെ കുറിച്ചിട്ടും വിവിധ കോളേജുകളെ കുറിച്ചിട്ടും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചാനലുകളിലും ഒക്കെ നമ്മൾ നിരന്തരം സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് എന്താണെന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ അഡ്മിഷനും കേരളത്തിലുള്ള സാധ്യതകളും ഇന്ത്യയിൽ എവിടെയൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞു. ഇനി എന്താണ് ഈ എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്? എമർജൻസി മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ എമർജൻസി ആൻഡ് ട്രോമ കെയർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു 4 years ഡ്യൂറേഷൻ BSc പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഡിപ്ലോമ പ്രോഗ്രാമുകൾ ഉണ്ട്. അത് 2.5-3 years ഡ്യൂറേഷൻ
ആണ് ഏകദേശം വരുന്നത്. BSc പറയുന്നതാണ് ഡിഗ്രി വരുന്നത്. ബാച്ചുലർ ഓഫ് സയൻസിൽ നമുക്ക് എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി ഗ്രാജുവേറ്റഡ് ആവാൻ പറ്റും. അപ്പോൾ എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്ക് ടോട്ടൽ 4 years ആണ് ഡ്യൂറേഷൻ വരുന്നത് BSc പ്രോഗ്രാം. അതിൽ 3 വർഷത്തെ പഠനം പ്ലസ് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. അപ്പോൾ 3 വർഷം നമ്മൾ കോളേജിൽ പോയിട്ട് പഠിക്കണം. മെയിനായിട്ട് പഠിക്കാണ്ടാവുക ബേസിക് സയൻസ് ആണ്, അതായത് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി പോലുള്ള സബ്ജക്റ്റുകളെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പഠിക്കാണ്ടാവുക. പിന്നീട് നമുക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ആവുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും എന്താണ് എമർജൻസിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഇതിന്റെ ജോലിനെ കുറിച്ച് മനസ്സിലാക്കണം. അതായത് ഏതൊരു അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാം കഴിഞ്ഞ കുട്ടികളും വർക്ക് ചെയ്യുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അണ്ടറിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റേഡിയോളജി പഠിക്കുന്ന കുട്ടികൾ, BSc റേഡിയോളജി പഠിക്കുന്ന കുട്ടികൾ MBBS കഴിഞ്ഞതിന് ശേഷം MD റേഡിയോ ഡയഗ്നോസിസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ കൂടെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ലാബ് ടെക്നോളജി പഠിക്കുന്ന കുട്ടികൾ MBBS കഴിഞ്ഞതിന് ശേഷം പാത്തോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, ടെക്നീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനിയിപ്പോൾ വേറൊരു ഉദാഹരണം, BSc ഓപ്പറേഷൻ തിയറി ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഇപ്പോൾ MBBS കഴിഞ്ഞതിന് ശേഷം MS സർജറി, അതിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവാം. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജറിയോ അല്ലെങ്കിൽ ജനറൽ സർജന്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരാണ്. അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ MBBS കഴിഞ്ഞതിന് ശേഷം അനസ്തീഷ്യയിൽ PG ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എമർജൻസി മെഡിസിൻ ടെക്നോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ MBBS കഴിഞ്ഞതിന് ശേഷം പിള്ളേർ എന്ത് ചെയ്യും, PGയിൽ എമർജൻസി മെഡിസിനിൽ PG ചെയ്യും. എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഏത് BSc എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ് എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സിന്റെ ജോലി? എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത് പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി, ആ സമയത്ത് പെട്ടെന്നൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വന്നു. ആ സമയത്ത് ഈ പേഷ്യന്റിന്റെ അസുഖം എന്താണ്, ചിലപ്പോൾ അത് ആക്സിഡന്റ് ആയിട്ടുള്ള കേസ് ആയിരിക്കാം, അല്ലെങ്കിൽ വെട്ടിക്കുത്തോ അല്ലെന്നുണ്ടെങ്കിൽ പല കേസസും ആയിരിക്കാം. അപ്പൊ എമർജൻസി ആയിട്ട് ഒരു ജീവമരണ പോരാട്ടത്തിൽ ഒരു പേഷ്യന്റിനെ കൊണ്ട് ആൾക്കാർ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ ആ പേഷ്യന്റിനെ പ്രാഥമികമായിട്ട് ആ പേഷ്യന്റിനെ ചികിത്സിക്കുന്നത്, അതായത് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രീത്തിങ് എക്സസൈസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്ലിമെന്റ്സോ മെഡിസിൻസോ പെട്ടെന്ന് കൊടുക്കുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ചിലത് കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട ഹാർട്ട് ഫെയിലിയർ ഉണ്ടായിട്ട് എമർജൻസി ആയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ECG എടുക്കാനും അല്ലെങ്കിൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ മുറിവ് പറ്റി വന്ന ആൾക്കാരായിക്കോട്ടെ അവർക്ക് പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും, ഇനിയിപ്പോൾ വേറെ എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ അത് പെട്ടെന്ന് മനസ്സിലാക്കി ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അത് എന്ത് പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി അതാത് ഡോക്ടേഴ്സിനെ റെഫർ ചെയ്ത് കൊടുക്കുന്നവരാണ് എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്രിറ്റിക്കലി തിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ, അതായത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് എക്യുപ്മെന്റ്സുകളുണ്ട്. ഇപ്പോൾ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓക്സിജൻ മീറ്റേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ ബോൺ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ സ്പൈനൊക്കെ വെക്കാൻ പറ്റുന്ന സ്പൈൻ ബോർഡുകളുണ്ട്. ഇതുപോലത്തെ പല എക്യുപ്മെന്റ്സും വെച്ചിട്ട് ആ പേഷ്യന്റിനെ പ്രാഥമികമായിട്ട് ചികിത്സിക്കുന്ന ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണ് എമർജൻസി മെഡിസിൻ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള പല ഹോസ്പിറ്റൽസിലും എമർജൻസി മെഡിസിൻ ടെക്നോളജിസ്റ്റിനെ എടുക്കുന്നുണ്ട്. അതായത് നഴ്സുമാരുടെ വാക്കൻസി കുറയാന്നുള്ളതല്ല അർത്ഥം. പണ്ടത്തെ പോലെ, പണ്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാ മേഖലയിലും നഴ്സുമാരാണ് ജോലി ചെയ്യുന്നത്. കാരണം ഇതുപോലത്തെ ടെക്നോളജിയും ടെക്നീഷ്യൻസും ഇതുപോലത്തെ മിഷനറീസും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റോബോട്ടിക് സർജറി വരെ ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പരിചരണം, ഒരു സ്നേഹം, ഒരു ശുശ്രൂഷ എന്ന് പറയും. അതായത് നമ്മളൊരു പേഷ്യന്റിനെ ചികിത്സക്ക് ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നിൽക്കുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ അവർക്ക് ഇപ്പോൾ പുതിയ ടെക്നോളജി വന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വന്നു. ആ സ്പെഷ്യലൈസേഷനിലൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ വന്നു. അപ്പൊ നഴ്സുമാരെ കൊണ്ട് മാത്രമല്ല ഇതുപോലത്തെ എല്ലാ സ്പെഷ്യാലിറ്റിയിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ നിർബന്ധമായിട്ടും മെഡിക്കൽ സെക്ടറിൽ ആവശ്യമായി വന്നു. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലും അലൈഡ് ഹെൽത്ത് മേഖലയിലെ സാധ്യതകൾ കൂടെ ചെയ്യുള്ളൂ. എല്ലാ കോഴ്സിനും അല്ല, ഇതുപോലത്തെ നല്ല കോഴ്സിന്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് ഈ പ്രോഗ്രാം കൊണ്ടുവന്നതെന്ന് അറിയില്ല. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കർണാടകയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു 10-12 വർഷമായിട്ട് ഈ പ്രോഗ്രാം നിലവിലുണ്ട്. അപ്പോൾ ഏകദേശം 12ഓളം വർഷമായിട്ട് അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏകദേശം 8-10 വർഷമായിട്ട് അവിടെ കുട്ടികൾ പഠിച്ച് പാസ്സാവുന്നുണ്ട്.
ഇപ്പൊ പല കുട്ടികൾക്കും കേരളത്തിൽ ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നില്ല. അപ്പൊ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ നിർബന്ധമായിട്ടും ഇപ്പൊ അമൃത അല്ലെങ്കിൽ മണിപ്പാൽ, SRM പോലുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതുക. അല്ലെങ്കിൽ ഇതുപോലത്തെ കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ട, ഇപ്പൊ JSS യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രോഗ്രാം ഉണ്ട്, രാമയ്യ, വൈദേഹി അല്ലെങ്കിൽ SRM, രാമചന്ദ്ര പോലുള്ള പ്രൈവറ്റ് ടോപ്പ് യൂണിവേഴ്സിറ്റികളിലും കോളേജസിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ അഡ്മിഷൻ ഗൈഡൻസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതാണ് എമർജൻസി മെഡിസിൻ ടെക്നോളജിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ തുടങ്ങിയത് സിലബസ് എന്നാണ്. അപ്പോൾ സിലബസിന്റെ കാര്യം പറഞ്ഞുതരാം. നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്തായാലും പഠിക്കാനുണ്ടാകും. അത് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി പോലുള്ള സബ്ജക്റ്റുകൾ എന്തായാലും പഠിക്കാനുണ്ടാവും. അതിനുശേഷം നമുക്ക് കീ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ കോർ എലമെന്റ്സ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് എമർജൻസി കെയറിനെ കുറിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എമർജൻസി ആയിട്ട് വരുന്ന പല പേഷ്യൻസിനെയും എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് സഹായിക്കേണ്ടത് ഇതിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ടാവും. ആംബുലൻസുകളുടെ ജോലി, അതിലുള്ള എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ടാവും. ഹോസ്പിറ്റൽസിലും കാഷ്വാലിറ്റിയിലും അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും വരുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട ഫാർമക്കോളജി, മരുന്നുകളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ടാവും. ഇതുപോലത്തെ സബ്ജക്റ്റുകളാണ് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പഠിക്കാനുണ്ടാവുക. പിന്നെ ഇതൊരു എക്സ്പീരിയൻസിന് മുൻതൂക്കം കൊടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. കാരണം ഈ 3 വർഷത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏറ്റവും, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേറെ തന്നെ ഉണ്ട്. ഈ പ്രകൃതി ദുരന്തം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഇപ്പൊ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ഇതുപോലത്തെ സമയത്തിൽ ആൾക്കാർക്ക് ജീവന് ഭീഷണി വരുന്ന സമയത്ത് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് വേണ്ടതും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ടെക്നീഷ്യന്മാരുമാണ്. ഇവർക്കാണ് ആ പേഷ്യൻസിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുക, എന്താണ് അസുഖം ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നത് ഇവർക്കാണ്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. റിസ്കി ഉള്ള ജോബാണ്. രാവും പകലും ഒരേപോലെ ജോലി ചെയ്യേണ്ടി വരും. ഇപ്പൊ ചില കുട്ടികളുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഡേ ലൈഫിൽ മാത്രം പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഒരിക്കലും ഈ കോഴ്സ് സെലക്ട് ചെയ്യരുത്. കാരണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ആംബുലൻസുകളിലൊക്കെയാണ് വർക്ക് ഉണ്ടാവുക. വിദേശത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാവുക. അതായത് നാട്ടിൽ സാധ്യത ഇല്ല എന്നല്ല, നാട്ടിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബോംബെ, ഡൽഹി, ചെന്നൈ പോലുള്ള, ബാംഗ്ലൂർ പോലുള്ള വിവിധ വലിയ ഹോസ്പിറ്റൽസിൽ, അതായത് പ്രൈവറ്റ് മേഖലയിലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ എമർജൻസി മെഡിസിൻ ടെക്നോളജിസ്റ്റിനെ ഹയർ ചെയ്ത് തുടങ്ങി. ഫ്യൂച്ചറിൽ എന്തായാലും ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന പ്രോഗ്രാമാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നഴ്സിംഗുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഇത് എടുക്കരുത്. കാരണം കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നഴ്സുമാർക്ക് ഉണ്ടാവുന്ന അത്രത്തോളം വാക്കൻസീസ് ഒന്നും ഒരിക്കലും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ടെക്നീഷ്യന്മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നതാണ്, നഴ്സിംഗ് ആണോ നല്ലത്, അതോ എമർജൻസി ആണോ, അല്ലെങ്കിൽ മറ്റുള്ള പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് കോഴ്സസ് ആണോ നല്ലത് നോക്കുമ്പോൾ ഒബ്വിയസ്ലി നഴ്സിംഗിന്റെ അത്രത്തോളം വാക്കൻസീസോ ഒരു ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഴ്സുമാർ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ഇപ്പൊ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമില്ല, അലൈഡ് മേഖലയിലോട്ട് പോകണം, വിദേശത്തോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതുപോലത്തെ ഏരിയയിൽ പറഞ്ഞാൽ ചോരയിൽ വരുന്ന ആൾക്കാരുണ്ടാവും, മുറിവായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, പല സിറ്റുവേഷനിലും വരുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാരെ ചികിത്സ നടത്താനും അവരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, എമർജൻസി ആയിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാനും ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനും പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ജോലി, ഹറി ബറി ബിസി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ കോഴ്സ് എടുക്കാം. ഈ കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഈ കോഴ്സ് എടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് നോക്കണം. ഇപ്പൊ കേരളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ 2024 ഈ പ്രോഗ്രാം തുടങ്ങിയത്. ആകെ 2 കോളേജിലുള്ളൂ, ഒന്ന് മലബാറിലും KMCT-ലും. ഈ 2 കോളേജും അടിപൊളിയാണ്. കാരണം കേരള യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്. UGC അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. അല്ലെങ്കിൽ കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം വഴി കിട്ടിയാൽ അവിടെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന കോളേജ് ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റലെങ്കിലും ഉണ്ടാവണം. ഇപ്പൊ ഈ മലബാർ മെഡിക്കൽ കോളേജ് പറയുന്നതും അല്ലെങ്കിൽ KMCT എന്ന് പറയുന്നതും ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ കോളേജസ് ആണ്. അതുപോലെ കൊച്ചി അമൃത എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, നമുക്ക് കേരളത്തിൽ പഠിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഈ NIRF റാങ്കിങ്ങിൽ നോക്കുമ്പോൾ ആദ്യ 50 വരുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആണ് ഏത്,
നമ്മുടെ കൊച്ചി അമൃത എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം, NIRF റാങ്കിങ് നോക്കാം. അതിൽ വരുന്ന ഏറ്റവും ടോപ്പ് എയിംസുകളുണ്ട്. എയിംസ് ഡൽഹി പോലുള്ള പല എയിംസുകളിലും ഇതുപോലത്തെ എമർജൻസി മെഡിസിൻ അല്ലെങ്കിൽ അലൈഡ് കോഴ്സസ് ഉണ്ട്. എയിംസ് കണ്ടക്ട് ചെയ്യുന്ന എക്സാം എയിംസിൽ ചേരാം, അല്ലെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം വഴി നിങ്ങൾക്ക് ജിപ്മറിൽ ചേരാം. ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെല്ലൂര് പാരാമെഡിക്കൽ കോഴ്സസിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യും, വെല്ലൂര് ചേരാം. മണിപ്പാൽ നല്ലൊരു ഓപ്ഷനാണ്. NIRF റാങ്കിങ്ങിൽ ആദ്യം 50 വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ചേരാം. ഇന്ത്യയിൽ 34ാമത്തെ അതോ 38ാമത്തെയോ ഒരു ടോപ്പ് മെഡിക്കൽ കോളേജാണ് JSS യൂണിവേഴ്സിറ്റി മൈസൂർ. JSS യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. JSSൽ ചേരാം. പിന്നെ അതുപോലെ തന്നെ SRMൽ ചേരാം. ഇതുപോലത്തെ പല സ്ഥാപനങ്ങളും ഉണ്ട്. ഇങ്ങനത്തെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയും കർണാടകത്തിലാണെന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസും ഉണ്ട്. അപ്പോൾ ഈ 2 യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വിവിധ കോളേജസ്, അതായത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒത്തിരി കോളേജസ് ഉണ്ട്. അതിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എമർജൻസി മെഡിസിൻ ടെക്നോളജിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് വേറൊരു കോഴ്സിനും പോകാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ സ്വഭാവമുള്ള കോഴ്സുകൾ പഠിക്കാനാണ് താല്പര്യം, അല്ലെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ 4 വർഷം നഴ്സിംഗ് പഠിക്കാനോ, അല്ലെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി പഠിക്കാനോ, അല്ലെന്നുണ്ടെങ്കിൽ MBBS BDS അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാമുകൾ പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് തന്നെയാണ് എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം, കാരണം ഇതൊരു റെയർ ആയിട്ടുള്ള പ്രോഗ്രാമാണ്, ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. ഫ്യൂച്ചറിലോട്ട് സ്കോപ്പ് ഉണ്ടായിരിക്കും. കേരളത്തിൽ കഴിഞ്ഞ വർഷമേ വന്നിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. പിന്നെ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം, ഇപ്പൊ കേരളത്തിൽ ഇത് കൊച്ചി അമൃതയിലല്ലാതെ കഴിഞ്ഞ വർഷം വരെ വേറൊരു സ്ഥാപനത്തിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ 2024 കുട്ടികൾ 2028 പാസ് ഔട്ട് ആവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സാണ്. വിദേശത്തോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന, മറ്റു കോഴ്സുകൾ കമ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എടുക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് ഡിഗ്രിക്കൊന്നും പോയിട്ട് വലിയ കാര്യമില്ല, കാരണം അതൊക്കെ ലോങ് ടേം ആണ്. അതായത് ഡിഗ്രി BSc സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, മാത്സ് പോലുള്ള ഡിഗ്രിക്ക് പോയിട്ട് എന്താ കാര്യം? അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കോഴ്സസ് എപ്പോഴും നല്ലതായിരിക്കും. ഇതിനും ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. MScയിൽ എമർജൻസി മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ ട്രോമ കെയർ മാനേജ്മെന്റ് പോലുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MBA ചെയ്യാൻ പറ്റും. MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, MHA മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള പ്രോഗ്രാമുകളും, MPH മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് പോലുള്ള പ്രോഗ്രാമുകളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലത്തെ മാനേജ്മെന്റ് ഏരിയയിലോട്ടൊക്കെ മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റ് കോഴ്സ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്കൊരു ഗവൺമെന്റ് ജോലി പ്രതീക്ഷിച്ചിട്ടാണ് ഈ കോഴ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ കിട്ടാൻ പ്രയാസമായിരിക്കും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് എമർജൻസി മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം PSC വഴി വിളിച്ചിട്ടുള്ളത്? അങ്ങനെ നിലവിൽ വിളിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രൈവറ്റ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം.